ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ചാനൽ. അപ്പം ഒരുപാട് പേര് USS എക്സാം കഴിഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് USSൻ്റെ റിസൾട്ട് വരിക, എപ്പോഴാണ് നമുക്ക് USSൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുക, എപ്പോഴാണ് ഒഫീഷ്യൽ ആൻസർ കീ വരിക, എപ്പോഴാണ് നമുക്ക് ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ട് അതിന് പുറമായിട്ട് നമുക്ക് ആ പൈസ ഒക്കെ കിട്ടി തുടങ്ങുക, അല്ലെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് എന്നാണ് കിട്ടി തുടങ്ങുക, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം അതിന് പുറമേ ആയിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ അടുത്തായിട്ട് നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും, നമ്മൾ സ്കോളർഷിപ്പ് കുറച്ച് വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് അല്ലേ. അപ്പം അത് ഇനി കിട്ടുമോ, കിട്ടാനുള്ളവർക്ക് കിട്ടുമോ, കുറച്ച് പേർക്ക് സർട്ടിഫിക്കറ്റ് വരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ആ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അപ്പം അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് USSൻ്റെ പൈസ കിട്ടുമോ, USSന് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ, ആ സ്കോളർഷിപ്പ് എന്നാണ് കിട്ടുക, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസ് കട്ടിങ് അല്ലെങ്കിൽ നമ്മളുടെ മലയാളം ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കാം, മുൻ വർഷങ്ങളിലെ വിജയികളുടെ റിസൾട്ട് പോലും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടി തുടങ്ങുന്നുള്ളൂ. അതേപോലെ തന്നെ LSS USS സ്കോളർഷിപ്പ് തുക മുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ട്. അപ്പം ഏതാനും വർഷങ്ങളായിട്ട് ആർക്കും കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ളത് 8 കോടിയോളം രൂപയാണ്. അപ്പോൾ 8 കോടിയോളം രൂപ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, അതായത് നമ്മളുടെ ആനുവൽ എക്സാം വരുന്നുണ്ട്, നമുക്കിപ്പോൾ ആനുവൽ എക്സാമിൻ്റെ ഇടയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്, ഒരുപാട് സ്റ്റുഡൻസിന് ആനുവൽ എക്സാമിൻ്റെ ഇടയിലാണ് നമുക്ക് USS എക്സാം വന്നിട്ടുള്ളത്, LSS എക്സാം ആയാലും. അപ്പം ഒരുപാട് പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷങ്ങൾ, മുൻ വർഷങ്ങളിൽ എഴുതിയ കുട്ടികളാണെങ്കിലും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട, അതിനായിട്ടുള്ള എല്ലാ പ്രക്രിയകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം നമുക്ക് ഇനി പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപാട് സ്റ്റുഡൻസിന്, ഇപ്പം ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് അല്ലേ, നമുക്ക് എത്രയാണ് എമൗണ്ട് വരുന്നത്, LSSനും USSനും എത്ര എമൗണ്ട് ആണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും പറയുകയാണ്, USSന് നമുക്ക് 1500 രൂപയാണ് വർഷത്തിൽ കൊടുക്കുന്നത്, LSSന് 1000 രൂപയാണ് വർഷത്തിൽ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എഴുതുന്ന ആ ഒരു റിസൾട്ട് മാത്രം, ആ ഒരു സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുള്ളൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. ആ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് ആണ്, നിങ്ങൾ നേടിയെടുത്ത ഒരു അച്ചീവ്മെന്റ് പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ആ പൈസ കിട്ടുമ്പോൾ അപ്പോൾ ഒരുപാട് പേർക്ക് അത് കിട്ടാത്തതിൽ വിഷമമുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു പൈസ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് പേർക്ക് ഇപ്പം നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ടേക്കിംഗ് അപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഇത് മാത്രമല്ല, നമ്മൾ USS എക്സാം ആണെങ്കിലും LSS എക്സാം ആണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ആ ഒരു എക്സാമിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് അല്ല. നമുക്ക് ആ സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് നമുക്ക് പറയാം. എന്നാലും നമുക്ക് ആ USS എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. നമുക്ക് ഒരുപാട് എക്സാംസ് ഇനിയും വരാനുണ്ട്. ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. MTSC, NSMC, NTSC, NSTSC, ANMC, ന്യൂമാത്സ്, അതേപോലെ തന്നെ ന്യൂമാത്സ് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. RNMC, SOF, ഇങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് NMMS ഉണ്ട് അല്ലേ, 8ാം ക്ലാസ്സിൽ NMMS ഉണ്ട്, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് PM യശസ്വി, അതേപോലെ തന്നെ യുവിക എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ നമുക്ക് USS എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. USS ക്വാളിഫൈ ചെയ്യുക, അതേപോലെ തന്നെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൽ വരാം, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഭാഗമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പോൾ USS കഴിഞ്ഞിട്ട് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ USS കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ എക്സാംസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പം ആ എക്സാംസ് ഏതൊക്കെയാണ്, USS നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇനി ഏതൊക്കെയാണ് നമുക്ക് എക്സാംസ് എഴുതാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു ഫ്രീ വെബിനാർ നമ്മൾ എക്സ് ആൻഡ് വൈ ഒരുക്കുന്നുണ്ട്. നമ്മളെ അജ്മൽ സാറാണ് അത് ലീഡ് ചെയ്യുന്നത്. അജ്മൽ സാറിൻ്റെ ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. USS കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകളുണ്ട്, നമുക്ക് ഇനി ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും, നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു വെബിനാർ കൂടിയായിരിക്കും ആ ഒരു വെബിനാർ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, വെബിനാറിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, വെബിനാർ എന്നാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. 2025 മാർച്ച് 16
ഞായറാഴ്ച 3 മണിക്കാണ് വെബിനാർ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ USS ചാനലിൽ കാണുന്ന എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. USSന് ശേഷം എന്താണെന്നുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്ന ഒരു വെബിനാർ കൂടിയായിരിക്കും. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇനി ഉള്ള എക്സാംസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ആ വെബിനാറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് USSന് ഓൾറെഡി നമുക്ക് ആ ഒരു കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ വരുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടു. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പൈസ നമ്മൾ പറഞ്ഞ പോലെ പൈസ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക, അതിൽ നല്ല റാങ്ക് നേടുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം വേണ്ടത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ USS ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് USS ഈ വർഷം എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കുക. ഇനി അടുത്ത വർഷം USS എഴുതാൻ പോകുന്ന നിങ്ങളുടെ അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുക. USSൻ്റെ എല്ലാവിധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഇനി അടുത്ത വർഷത്തേക്കുള്ള USSൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് വരാം.